72 മണിക്കൂർ കഴിഞ്ഞു രാഹുൽ ഗാന്ധി ചോദ്യമുയർത്തിയിട്ട്. ഒരക്ഷരം പോലും ഉരിയാടാൻ മോദിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇതുവരെ മുതിർന്നിട്ടില്ല. പൊരുന്നക്കോഴി അടയിരിക്കുന്നത് പോലെ മോദി കള്ളങ്ങളുടെ മേൽ അടയിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂക്കിന് മുൻപിൽ നടന്ന ഒരു കാട്ടുകൊള്ള അത് കണ്ടില്ലെന്ന് നടിക്കുകയെന്നാൽ മോദിയുടെ കക്ഷത്തിൽ തലവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറക്കം നടിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി TN ശേഷൻ അന്ന് വരുന്നു. 1990 കാലഘട്ടം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രം പോലും ഭയപ്പെട്ട ആ കാലം. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച തലയെടുപ്പുള്ള അധികാരി, രാഷ്ട്രീയ പാർട്ടികളെക്കാൾ, സർക്കാരിനേക്കാൾ, പോലീസിനേക്കാൾ, എന്തിന് ജുഡീഷ്യറിയേക്കാളും മുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് വ്യക്തമാക്കിയ വ്യക്തി. അദ്ദേഹം അലങ്കരിച്ച കസേരയിലാണ് ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലകൊള്ളുന്നത്. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇലക്ഷൻ കമ്മീഷൻ എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് തെളിയിച്ച TN ശേഷന് മുൻപും 9 പേർ ആ സ്ഥാനത്ത് ഇരുന്നുവെങ്കിലും അവരൊക്കെ തന്നെ സർക്കാരിന്റെ സൗകര്യം നോക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്ന യജമാന ഭക്തന്മാർ മാത്രമായിരുന്നു. TN ശേഷന് ശേഷവും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർജവത്തോടെ ആ സ്ഥാനത്ത് ഇരുന്നിട്ടില്ല. ഇപ്പോഴിതാ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്ത് തരിപ്പണമാക്കി മോദി ഭരണകാലം ഇന്ത്യയുടെ ഏറ്റവും അധോഗതി ഭരണകാലം എന്ന് ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞു. BJP അതൊന്നുമല്ലാതെ ഇന്ത്യയുടെ ഒരു മൂലയ്ക്ക് മാത്രം ഒതുങ്ങിയ ഒരു പാർട്ടിയിൽ നിന്നും ഹിന്ദുത്വത്തിൻ്റെ വർഗീയ വിത്ത് വിതച്ച് ഇന്ത്യയെ ആകെ വർഗീയവൽക്കരിച്ച് അധികാരം പിടിച്ച മോദി രാഷ്ട്രീയത്തിനപ്പുറം വർഗീയതയുടെ ദ്രംഷ്ടകളുമായി മോദിക്കാലം തീർക്കാൻ ഹിന്ദുത്വത്തിൻ്റെ അപ്പോസ്തലനായി സ്വയം അവതരിച്ച് ഒരവധൂതൻ്റെ കുപ്പായമെടുത്തണിഞ്ഞ് അധികാരത്തിലേറിയ കാലം മുതൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സമ്പത്ത് വാരിക്കൂട്ടുകയായിരുന്നു. അദാനി അംബാനിമാർക്ക് ഇന്ത്യയെ വിട്ടുകൊടുത്ത് ഇന്ത്യയുടെ മേൽ പണാധിപത്യം സ്ഥാപിക്കാൻ വീതിച്ചു നൽകുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റ് തുലച്ച് വൻകിട സമ്പന്നരുടെ മാത്രം ഉയർച്ചയ്ക്കാണ് മോദി രാജ്യത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്നും പ്രതിപക്ഷം പറയുമ്പോൾ മോദി നീട്ടിയും കുറുക്കിയും വാചക കസർത്ത് നടത്തി പരിഹസിക്കുകയായിരുന്നു. അങ്ങനെ ഭരണത്തിലിരുന്നു കൊണ്ട് മോദി ഇന്ത്യയെ ആകെ വിഴുങ്ങി വിരാജിക്കുമ്പോഴാണ് ഇടുത്തിയായി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഒരു മഹാമേരുവായി ഉയർന്നു വന്നത്. മോദിക്കത് അത്ര ദഹിച്ചില്ല. കാരണം രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ചോദ്യശരങ്ങൾ അത് മോദിയെ പൊള്ളിക്കുന്നതായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ മോദി നടത്തിയ നീക്കങ്ങൾ ഏറ്റവും നീചവുമായിരുന്നു. രാഹുലിനെ കുടുംബപരമായി അധിക്ഷേപിക്കുകയും ഇന്ത്യയുടെ കാതലായ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ട് വോട്ട് കൊള്ള നടത്തി അധികാരത്തിൽ കടിച്ചു തൂങ്ങിയതിൻ്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തപ്പോഴാണ് മോദി മൗനം അവലംബിച്ച് മിണ്ടാതെ ഇരുന്നത്. അവസാനമായി H ഫയലിലൂടെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പുറത്തുവിട്ടത് മോദിക്ക് കനത്ത തിരിച്ചടി ആയിരിക്കുകയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത BJP നേതാക്കൾ ബീഹാർ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ബീഹാറിലും അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം. എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നു വന്നതിനേക്കാൾ വലിയ വെളിപ്പെടുത്തൽ പുറകെ വരുന്നു എന്ന്. അതായത് ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. ഇക്കാലമത്രയും ജനാധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ച് രാജ്യത്ത് സുരക്ഷിതമായി ജീവിച്ച ജനസമൂഹത്തിനു മേലാണ് ഇടുത്തിയായി ഈ സത്യം അശ്നിപാതമായി വന്നു പതിച്ചത്. ലക്ഷക്കണക്കിന് വോട്ടുകൾ വെട്ടിമാറ്റുകയും BJPക്ക് അനുകൂലമായി വീഴുന്ന വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്ത് അധികാരമുറപ്പിക്കുന്ന മോദിയുടെ കള്ളക്കളികളെ പുറത്തുകാട്ടിയ H ഫയൽസ്. അതിൽ തന്നെ ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറായ മാത്യൂസ് ഫെറോ എന്ന വ്യക്തി തൻ്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത ലാരിസ എന്ന ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രമെടുത്ത് ആ പേരിൽ 10 ബൂത്തിലായി 22 തവണ വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയതിന് പിന്നാലെ ആ മോഡൽ രംഗത്ത് വന്ന് പ്രതികരിച്ചിട്ടും അതിനും ഒരു മറുപടി നൽകാൻ കഴിയാതെ പോകുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗതികേട് കണ്ട് ജനം ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ത്യൻ ജനതയും ചോദിക്കുകയാണ് ഏക് ഖോൻ ഹേ. രാജ്യം അത് ആവർത്തിക്കുകയാണ് ഏക് ഖോൻ ഹേ. ഈ ചോദ്യം രാജ്യത്ത് അലയടിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മുഖത്തേക്ക് ചൂണ്ടപ്പെടുന്നത് കോടിക്കണക്കിന് ചൂണ്ടുവിരലുകളാണ്. താങ്കൾ എൻ്റെ രാജ്യത്തെ ശിഥിലീകരിക്കുകയാണ്, ഞങ്ങളുടെ അവകാശത്തെ പിഴുതെടുക്കുകയാണ് എന്ന് മോദിയെ നോക്കി പുതിയ തലമുറ വിളിച്ചു പറയുന്നു. ഇല്ല, ഞങ്ങളതിന് അനുവദിക്കില്ല. ഇന്ത്യ ഞങ്ങളുടേതാണ്.
സംഘപരിവാർ ഇന്ത്യയെ പിഴുതെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. രാഹുൽജി, താങ്കളിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കട്ടെ. ഇന്ത്യയെ വീണ്ടെടുക്കാൻ അങ്ങയുടെ പോരാട്ടത്തിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ എന്ന് ഇന്ത്യയിലെ മുഴുവൻ ജൻസിയും ആരവമുഴക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.